നമസ്കാരം. ഇന്നത്തെ 10 പ്രധാന വാർത്തകളിലേക്ക്. മുൻ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് നേരെ വധശ്രമം. ശനിയാഴ്ച പെൻസിൽവാനിയയിൽ നടന്ന റാലിക്കിടെയാണ് വധശ്രമം ഉണ്ടായതെന്നാണ് റിപ്പോർട്ട്. ബ്രിട്ടീഷ് ജയിലുകളിൽ അന്തേവാസികളുടെ എണ്ണം വർദ്ധിച്ചതോടെ വിദേശ കുറ്റവാളികളെ അവരുടെ രാജ്യങ്ങളിലേക്ക് തിരിച്ചയക്കുന്നതിനുള്ള ആവശ്യം ശക്തമാവുകയാണ്. നേരത്തെ ശിക്ഷയുടെ കാലാവധിയുടെ 2/3 ഭാഗം പൂർത്തിയാക്കിയ കുറ്റവാളികളെ മോചിപ്പിക്കുമെന്ന് സർക്കാർ പ്രഖ്യാപിച്ചിരുന്നു. ഗാസയിലേക്ക് സഹായമായി 2,50,000 പൗണ്ട് നൽകിയ മുൻ സ്കോട്ടിഷ് ഫസ്റ്റ് മിനിസ്റ്റർ ഹംസ യൂസഫിനെതിരെ അന്വേഷണം വരുമെന്ന് സൂചനകൾ. ഗ്രീൻ പാർട്ടി പിന്തുണ പിൻവലിച്ചതിനെ തുടർന്ന് രാജിവെച്ച് സ്ഥാനമൊഴിയേണ്ടി വന്ന മുൻ ഫസ്റ്റ് മിനിസ്റ്റർ യുണൈറ്റഡ് നേഷൻസ് റിലീഫ് ആൻഡ് വർക്ക്സ് ഏജൻസിക്കായിരുന്നു സഹായം നൽകിയത്. ഈജിപ്തിനെ ഞെട്ടിച്ച കെയ്റോ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ കള്ളക്കടത്ത്. ഷവർമ്മയ്ക്കുള്ളിൽ ഒളിപ്പിച്ച 1 മില്യൺ പൗണ്ടുകൾ ഉൾപ്പെട്ട കള്ളക്കടത്ത് ശ്രമമാണ് കെയ്റോ അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെ ഉദ്യോഗസ്ഥർ തടഞ്ഞത്. ഫലസ്തീൻ ആസ്ഥാനമായ ഹമാസിനെ ഭീകര സംഘടനയായി പ്രഖ്യാപിച്ച അർജന്റീന. സംഘടനയുടെ രാജ്യത്തെ സ്വത്തുക്കൾ മരവിപ്പിക്കാനും സർക്കാർ ഉത്തരവിട്ടു. മൺസൂൺ സമ്മേളനത്തിൽ പങ്കെടുക്കുന്ന നിയമസഭാംഗങ്ങളെ നിരീക്ഷിക്കാൻ AI ക്യാമറ സംവിധാനം ഒരുക്കി കർണാടക നിയമസഭ. നിയമസഭയിൽ MLA മാർ പ്രവേശിക്കുന്നതും പുറത്തു പോകുന്നതും ഇനി ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ക്യാമറകളുടെ നിരീക്ഷണത്തിലായിരിക്കും. തമിഴ്നാട്ടിൽ വീണ്ടും ഏറ്റുമുട്ടൽ കൊല. BSP നേതാവ് ആംസ്ട്രോങ്ങിനെ കൊലപ്പെടുത്തിയ കേസിലെ പ്രതിയെ തമിഴ്നാട് പോലീസ് വെടിവെച്ചു കൊന്നു. ഏറ്റവും കൂടുതൽ അഴിമതി നടക്കുന്നത് PWD, റവന്യൂ, എക്സൈസ് തുടങ്ങിയ വകുപ്പുകളിലാണെന്ന് മുതിർന്ന CPM നേതാവ് G. സുധാകരൻ. വികസനത്തിനായി ചെലവഴിക്കുന്ന പണത്തിന്റെ പകുതി പോലും ജനങ്ങളിൽ എത്തുന്നില്ലെന്ന് പല പഠനങ്ങളുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. തിരുവനന്തപുരത്ത് ആമേഴഞ്ചൻ തോട്ടിൽ ശനിയാഴ്ച കാണാതായ ശുചീകരണ തൊഴിലാളിക്കായുള്ള 2ാം ദിവസത്തെയും തെരച്ചിൽ ഊർജിതം. തോട്ടിൽ കാണാതായ ശുചീകരണ തൊഴിലാളിയായ ജോയിയെ കണ്ടെത്താനുള്ള തെരച്ചിലാണ് ഊർജിതമാക്കിയിരിക്കുന്നത്. ഇംഗ്ലണ്ട് ക്രിക്കറ്റ് ബോർഡിന്റെ പ്രഥമ ലെജൻഡ്സ് ലോക ചാമ്പ്യൻഷിപ്പ് 2020-ൽ കിരീടം നേടി ഇന്ത്യ. 5 വിക്കറ്റിന് പാകിസ്ഥാനെ തകർത്താണ് ഇന്ത്യയുടെ കിരീട നേട്ടം. ഇതോടെ ഇന്നത്തെ 10 പ്രധാന വാർത്തകൾ ഇവിടെ പൂർണ്ണമാവുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശദ വിവരങ്ങൾക്കും ആനന്ദ് TV UK ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ഒപ്പം ആനന്ദ് TV മൊബൈൽ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സൗജന്യമായി ആസ്വദിക്കൂ.